എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരാണ് അല്ലെ നിങ്ങൾ എല്ലാവരും. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമ്മുടെ കയ്യിലില്ല. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള സിലബസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇവിടെ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. 20 മാർക്ക് ഇംഗ്ലീഷും, 30 മാർക്ക് GKയും, 50 മാർക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും. ഇങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എല്ലാവർക്കും സംശയമായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. MS വേർഡ്, അതുപോലെ തന്നെ പവർ പോയിന്റ്, എക്സൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ എന്താണ് ജനറൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെയുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പുതിയ പുതിയ വേർഷൻസ്, പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഏതൊക്കെയാണ് പുതിയ കമ്പനികൾ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് 50 മാർക്കിന്റെ അടുത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമുക്ക് ഏകദേശം പരീക്ഷ വരുന്ന ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് മാർച്ച്, ഏപ്രിൽ ആ ഒരു മാസത്തോടു കൂടി പരീക്ഷ വരികയാണ്, ഏപ്രിൽ മാസത്തോടു കൂടി പരീക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 60 ദിവസം കണക്കിലെടുത്ത് നമുക്ക് 60 ദിവസം ടൈം ടേബിൾ ആക്കാം അല്ലെ. ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്? നമുക്ക് 50 മാർക്കിന്റെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷും GKയും ഉണ്ട്. GK എന്ന് പറയുമ്പോൾ അങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലെ, ഏതൊക്കെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളൊന്ന് ഒതുക്കി ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ആദ്യത്തെ ദിവസം നമുക്ക് ഫാക്ട് അബൌട്ട് ഇന്ത്യ, ബേസിക് ഫാക്ടുകൾ, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭൂപ്രകൃതി പോലെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പഠിച്ചിട്ട് പോവാം അല്ലെ. അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് 2007 മുതലുള്ള കാര്യങ്ങൾ, അപ്പൊ പലരും PSC പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പല പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തവരൊക്കെ, PSC പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ MS വേർഡ് പഠിക്കാം, കണ്ടോ. അപ്പൊ അത് MS വേർഡ് ഒക്കെ ഒരു ക്ലാസ്സിലൊന്നും നമുക്ക് പഠിച്ചാൽ തീരില്ല. ഒരുപാട് പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കിയാൽ MS വേർഡ് തന്നെ പാർട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 അത്രയും പാർട്സ് ആയിട്ടാണ് MS വേർഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ അത്രയും ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. MS വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ പവർ പോയിന്റ് പഠിക്കണം, എക്സൽ പഠിക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതിന് എന്താണ് ഡേ ബൈ ഡേ ആയിട്ട് പഠിച്ചു മുന്നോട്ട് പോകാം. അപ്പൊ ഒരു ദിവസം, ആദ്യത്തെ ദിവസം നമ്മൾ എന്താണ് ബേസിക് ഫാക്റ്റുകളും പഠിക്കുന്നുണ്ട്, MS വേർഡും പഠിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു GK ടോപ്പിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കും. ഇനി GK കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇംഗ്ലീഷ്, അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ്. ഗ്രാമർ കൊടുക്കണം, അതേപോലെ വൊക്കാബുലറിയും അല്ലെ. 20 മാർക്കാണ് നമുക്ക് ഇംഗ്ലീഷ്. അപ്പൊ ഇതേപോലെ ഇതേ പാറ്റേണിൽ നമുക്ക് 2 ടോപ്പിക്കുകൾ വെച്ച് ദിവസവും പഠിച്ചു പോയാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് 60 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നല്ലൊരു പോസ്റ്റാണ് അല്ലെ, അത്യാവശ്യം വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ ഒരു ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഒപ്പം തന്നെ ചെയ്യണം. ഇത് പരീക്ഷ കഴിയട്ടെ എന്നിട്ട് സ്കിൽ ടെസ്റ്റിന് പഠിക്കാം, അങ്ങനെയല്ല. അപ്പൊ സ്കിൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ, അതിനുള്ള എക്സാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങണം. മനസ്സിലായോ? ടൈപ്പിംഗ് സ്പീഡ് ഒക്കെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഈ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്കിൽ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷനും നിങ്ങൾ ഇവിടെ തന്നെ ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഈ ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എൻറ്റയർ സിലബസ്, എക്സാക്ട് സിലബസ് അല്ലാതെ നമുക്ക് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 60 ദിവസം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ 60 ദിവസം കൊണ്ട് പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അല്ലെ. നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ടില്ല, ഏകദേശം ഒരു മാസം മുമ്പൊക്കെയാണ് എക്സാം ഡേറ്റ് വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും പഠിച്ച് തീർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും എക്സ്ട്രാ വർക്കൗട്ടുകളും, അതായത് ഇപ്പൊ MS ഓഫീസ് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിലെ ക്ലാസ്സുകൾ കാണുന്നു, പക്ഷെ ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ? എപ്പോഴും നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോഴാണ് ഡൗട്ട് വരിക. അപ്പൊ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും വർക്കൗട്ടുകളും അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം കുറച്ചുകൂടെ വൈകുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിവിഷനുള്ള സമയം കൂടെ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നല്ലൊരു പോസ്റ്റ് ആണ്, കാരണം ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്ത, വേറൊരു ഓഫീസിലേക്കൊന്നും പോകണ്ടാത്തൊരു ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാം അല്ലെ, റിട്ടയർ ആവുന്നവരെ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568 ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ടതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്